ആർഎസ്എസിനെയും സിപിഎമ്മിനെയും ഒരുപോലെ എതിർക്കുമെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധിക്ക് പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ സഖ്യത്തിൽ രൂക്ഷ വിമർശനം. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി ഇന്ത്യ ബ്ലോക്കിലെ 24 പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ ഒരു ഓൺലൈൻ യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിലായിരുന്നു രാഹുലിന്റെ പരാമർശത്തിനെതിരെ ഇടത് നേതാക്കൾ രംഗത്തെത്തിയത്. കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, DMK, RJD, സമാജ്വാദി പാർട്ടി, NCP, SP വിഭാഗം, ശിവസേന, UBT വിഭാഗം, JMM, CPM, CPI, CPIML, ഫോർവേഡ് ബ്ലോക്ക്, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് എന്നീ പാർട്ടികളിലെ നേതാക്കളാണ് രംഗത്തെത്തിയത്. ആർഎസ്എസിനെയും സിപിഎമ്മിനെയും ഒരുപോലെ എതിർക്കുമെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ സഖ്യത്തിൽ രൂക്ഷ വിമർശനം. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി ഇന്ത്യ ബ്ലോക്കിലെ 24 പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ ഒരു ഓൺലൈൻ യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിലായിരുന്നു രാഹുലിന്റെ പരാമർശത്തിനെതിരെ ഇടത് നേതാക്കൾ രംഗത്തെത്തിയത്. കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, DMK, RJD, സമാജ്വാദി പാർട്ടി, NCP, SP വിഭാഗം, ശിവസേന, UBT വിഭാഗം, JMM, CPM, CPI, CPIML, ഫോർവേഡ് ബ്ലോക്ക്, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് എന്നീ പാർട്ടികളിലെ നേതാക്കളാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിരുന്നത്. വെള്ളിയാഴ്ച കോട്ടയത്ത് ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന് എത്തിയപ്പോഴായിരുന്നു രാഹുലിന്റെ പ്രസ്താവന. തന്റെ പോരാട്ടം RSSനും CPMനും എതിരാണെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. 2026 കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു രാഹുലിന്റെ പ്രതികരണം. ഇടതുപക്ഷവും കോൺഗ്രസും കേരളത്തിൽ എതിരാളികളാണെങ്കിലും ദേശീയ തലത്തിൽ ഇന്ത്യ ബ്ലോക്കിലെ വിശ്വസ്ത സഖ്യകക്ഷികളാണ്. RSSനോടും CPMനോടും താൻ പ്രത്യയശാസ്ത്രപരമായി പോരാടുന്നു. ആശയങ്ങളുടെ മേഖലയിലും താൻ അവരോട് പോരാടുന്നു. അവരോടുള്ള തൻ്റെ ഏറ്റവും വലിയ പരാതി അവർ ജനഹിതം മാനിക്കുന്നില്ല എന്നതാണ്. നിങ്ങൾക്ക് ആളുകളോട് സഹാനുഭൂതി ഇല്ലെങ്കിൽ ആളുകളുമായി ബന്ധപ്പെടാനാകില്ല, നിങ്ങൾ ഒരു നേതാവാകില്ല. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഇതിനെതിരെയാണ് CPM, CPI എന്നീ ഇടത് കക്ഷികൾ രംഗത്തെത്തിയത്. രാഹുൽ ഗാന്ധിയെ പരാമർശിക്കാതെ CPI നേതാവ് D. രാജ ശനിയാഴ്ച നടന്ന ഇന്ത്യ ബ്ലോക്ക് വിർച്വൽ മീറ്റിംഗിൽ ഈ വിഷയം ഉന്നയിച്ചതായും ഇടതുപക്ഷത്തിനെതിരായ ഇത്തരം പ്രസ്താവനകൾ രാജ്യത്തുടനീളമുള്ള അതിൻ്റെ കേഡർമാർക്ക് തെറ്റായ സൂചനകൾ അയക്കുന്നുണ്ട് എന്നും അവ ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞതായും PTI റിപ്പോർട്ട് ചെയ്തിരുന്നു. അദ്ദേഹത്തിന് വേണമെങ്കിൽ സാമ്പത്തിക വികസനത്തിൻ്റെ കാര്യത്തിൽ സർക്കാരിനെ ആക്രമിക്കാമായിരുന്നു. പക്ഷേ BJP പോലെ സംസാരിക്കുന്നത് അന്യായമാണ്. നിർണായകമായ പാർലമെന്റ് സമ്മേളനത്തിന് മുൻപ് രാഹുൽ ഗാന്ധിയുടെ RSS CPM സമാവേശം നിരവധി നേതാക്കളെ നിരാശരാക്കിയിട്ടുണ്ട്. ഇടത് വൃത്തങ്ങൾ പറഞ്ഞതും ഇപ്രകാരം തന്നെയായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെ CPM നേരത്തെ തന്നെ ശക്തമായി രംഗത്തെത്തിയിരുന്നു. കേരളത്തിൽ വന്നാൽ RSSന് വേണ്ടിയാണ് രാഹുൽ പണിയെടുക്കുന്നത് എന്ന് CPM കുറ്റപ്പെടുത്തി. RSSനെയും CPMനെയും തുല്യമാക്കുന്ന അദ്ദേഹത്തിന്റെ അസംബന്ധവും അപലപീനവുമായ പരാമർശത്തിൽ കേരളത്തിൽ RSSനെതിരെ പോരാടുന്നത് ആരാണെന്ന് രാഹുൽ ഗാന്ധി മറക്കുന്നു എന്നും പാർട്ടി പ്രസ്താവനയിൽ പറയുന്നുണ്ട്. കോൺഗ്രസിന്റെ ചാഞ്ചാട്ടം RSSനെ ശക്തിപ്പെടുത്തിയെന്നും രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ നിർഭാഗ്യകരമാണ് എന്നും CPM MP ആയ ജോൺ ബ്രിട്ടാസും പറയുന്നുണ്ട്. ഇടതുപക്ഷ സഖ്യത്തിന്റെ ഐക്യത്തെ ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ രാജ്യത്തെ ഏതൊരു രാഷ്ട്രീയക്കാരനും അത്തരമൊരു പ്രസ്താവനയെ അപലപിക്കും. RSSനെതിരെ പല്ലും നഖവും ഉപയോഗിച്ച് പോരാടുക എന്ന ഞങ്ങളുടെ ദൗത്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം RSSനെ നേരിടുക എന്നതായിരിക്കണമെന്നും ബ്രിട്ടാസ് പറഞ്ഞു. രാഹുൽ ഇത്തരം അശ്രദ്ധവും നിരുത്തരവാദപരവുമായ പരാമർശങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ബ്രിട്ടാസ് വ്യക്തമാക്കി.